ബോറിയാലിസിസ് എന്ന പ്രതിഭാസത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരായി ചുരുക്കം ആളുകളാണുള്ളത്. പ്രകൃതിയിലെ തന്നെ വളരെ സുന്ദരമായ പല പ്രതിഭാസങ്ങളുമുണ്ട്. ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രതിഭാസങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ന്യൂയോർക്കിലെ ചെസ്റ്റ്നട്ട് റിഡ്ജ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതുല്യമായ വെള്ളച്ചാട്ടത്തിൻ്റെയാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലായി കത്തുന്ന ഒരു തീജ്വാല. പ്രകൃതിവാതകങ്ങൾ കത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഈ തീജ്വാല ഉണ്ടാകുന്നത്. യുഎസിലെ ന്യൂയോർക്കിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് മറ്റൊന്നിനെ പറ്റി ഒന്ന് അറിയാം. ഫൈറ്റോപ്ലാങ്ക്ടൺ പോലെയുള്ള ബയോലൂമിനസെൻസ് ജീവികൾ കാരണം ലോകമെമ്പാടുമുള്ള ചില ബീച്ചുകൾ രാത്രിയിൽ തിളങ്ങുന്നു. മാലിദ്വീപ്, പോർട്ടറീക്കോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ പ്രതിഭാസം കാണാൻ കഴിയും. അടുത്തതായി ബ്ലഡ് ഫോൾസ്. വെള്ളച്ചാട്ടത്തിലെ ഇരുമ്പ് ഓക്സൈഡ് കാരണം ചുവപ്പ് നിറത്തിൽ ഒഴുകുന്ന ശ്രദ്ധേയമായ വെള്ളച്ചാട്ടമായ ബ്ലഡ് ഫോൾസ് അന്റാർട്ടിക്കയിലെ ടെയ്ലർ ഗ്ലേസിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള വെളുത്ത ഐസിലേക്ക് രക്തം ഒഴുകുന്നത് പോലെയാണ് ഈ വെള്ളം ഒഴുകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നാണ് സെയിലിംഗ് സ്റ്റോൺ. സെയിലിംഗ് സ്റ്റോണിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ തന്നെ പൂർണ്ണമായും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. എന്നാലും എന്താണെന്ന് നമുക്കൊന്ന് പറയാം. സെയിലിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎസിലുള്ള ഒരു മരുഭൂമിയിൽ കൂടി കല്ലുകൾ പ്രത്യേകിച്ച് ബാഹ്യശക്തികളൊന്നുമില്ലാതെ തന്നെ നീങ്ങുന്നു. ഇതിനെയാണ് സെയിലിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. മഴവില്ലുകളെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ചന്ദ്രവില്ലുകളെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. മഴവില്ലുകളോട് സാമ്യമുള്ളതും എന്നാൽ രാത്രിയിൽ സംഭവിക്കുന്നതും വായുവിലെ ജലത്തുള്ളികളിൽ നിന്നും പ്രതിഫലിക്കുന്ന ചന്ദ്രവില്ലുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അവയുടെ രൂപീകരണത്തിന് ആവശ്യമായ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അവ പകൽ മഴവില്ലുകളേക്കാൾ വളരെ അപൂർവമാണ്. പ്രകാശ സ്തംഭങ്ങൾ. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ മുകളിലോ താഴെയോ ഈ വർണ്ണാഭമായ ലംബ പ്രകാശരശ്മികൾ പ്രത്യക്ഷപ്പെടുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ ഐസ് പരലുകളിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശത്തിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണയായി ഇത് തണുത്ത കാലാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ബ്രോക്കൺ സ്പെക്ടർ. ഒരു നിരീക്ഷകന്റെ നിഴൽ മേഘങ്ങളിലോ മൂടൽമഞ്ഞിലോ വീഴുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനെയാണ് ബ്രോക്കൺ സ്പെക്ടർ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുൻപിൽ സൂര്യനുണ്ട് എന്ന് കരുതുക. സൂര്യനിൽ നിന്നും പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ തട്ടുന്നു. എന്നിട്ട് നിഴൽ പുറകിലേക്കാണ് പോകുന്നത്. എന്നാൽ പുറകിൽ ഒരു ഭിത്തിക്ക് പകരം മൂടൽമഞ്ഞോ അല്ലെങ്കിൽ മേഘമോ ആണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ നിഴൽ ഈ മൂടൽമഞ്ഞിലോ മേഘത്തിലോ പ്രതിഫലനം ചെയ്യപ്പെടും. അങ്ങനെ പ്രതിഫലനം ചെയ്യപ്പെടുമ്പോൾ ഈ നിങ്ങളുടെ തന്നെ നിഴലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 10, 20, 30 ഇരട്ടിയായിരിക്കും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും അതൊരു പ്രേതമാണെന്നോ യതിയാണെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ ബിഗ് ഫുട്ട് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. ഈ പ്രതിഭാസത്തിനെ ബ്രോക്കൺ സ്പെക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിങ്ങളുടെ തന്നെ നിഴൽ തന്നെയാണ്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. മരുഭൂമിയിലെ പൂവ്. വരണ്ട പ്രദേശങ്ങളിൽ അപൂർവമായ മഴ കാട്ടുപൂക്കളുടെ മനോഹരമായ വിരിയലിന് കാരണമാവുന്നു. ഇത് തരിശായ ഭൂപ്രകൃതിയെ വർണ്ണാഭമായി പ്രകടങ്ങളിലാക്കി മാറ്റുന്നു. ഈ പ്രതിഭാസങ്ങൾ ഭൂമിയുടെ പ്രകൃതിയിലെ അത്ഭുതങ്ങളുടെ വൈവിധ്യത്തെ എടുത്തു കാണിക്കുക മാത്രമല്ല, നമ്മുടെ ഗ്രഹത്തിൻ്റെ അതുല്യമായ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പരിവേഷണവും വിലമതിപ്പും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മളെല്ലാം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.